ഹായ്. ഹലോ. നമുക്കേ ഇന്നൊരു ഹെയർ പാക്ക് റെഡിയാക്കണ്ടേ? വാ. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ വേണ്ടത് കറ്റാർ വാഴയുടെ ഒരു പോളയാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുക. അതിന് ശേഷം കറിവേപ്പില ഒരു 5-6 തണ്ട് കറിവേപ്പില വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അതായിരിക്കും ഓക്കെ. ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതും ഓക്കെ. പക്ഷെ നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ വീട്ടിൽ ചെറുനാരങ്ങയുടെ ഒരു മരമുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഇല എടുക്കാറുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് അകത്തുള്ള ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിനൊക്കെ ചെറുനാരങ്ങയുടെ ഇല നല്ലതാണ്. അതേമാതിരി തന്നെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു നൈസായിട്ടുള്ളൊരു സ്മെല്ലും കൂടി ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിന്തുളസിയാണ്. കൃഷ്ണതുളസിയുടെ ഇല അത് കുറച്ച് എടുക്കുക. എൻ്റെ വീട്ടിൽ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും ഒരു അത്യാവശ്യം ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള അത്രയും ഇല എടുക്കുക. അപ്പോൾ അതും എടുത്തു കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ചെമ്പരത്തി ഇല എടുക്കാം. നമ്മുടെ താളിക്ക് യൂസ് ചെയ്യുന്ന ചെമ്പരത്തി ഇല, അത് ഏത് ചെമ്പരത്തിയുടെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഇല നമുക്ക് എടുക്കുക. അതും കഴുകിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറ്റാർ വാഴയിൽ ആ ഒരു ചൊറിച്ചിൽ മാറും കേട്ടോ. അപ്പോൾ അതെടുത്ത് മാറ്റി നല്ലോണം കഴുകിയതിന് ശേഷം തലേ ദിവസം തന്നെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച, എന്താ പറയുന്നത് നിങ്ങളുടെ നാട്ടിലെന്ന് അറിയില്ല, കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച ഉലുവയുടെ ഉണ്ടല്ലോ, ഉലുവ, കുറച്ച് ഉലുവയും അതിലേക്ക് ഞാൻ ഒരു ഹാഫ് ഓണിയൻ്റെ ഇതും കൂടി സ്ലൈസും കൂടി ഇട്ടിട്ട് ഞാൻ മിക്സാക്കി അത് ഞാൻ തലയിൽ തേച്ച് ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം വെറും പച്ചവെള്ളത്തിൽ ഞാൻ കഴുകി കളയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ.